Hello children, welcome back to the class. Today we are going to study about the factors which affect the chemical reactions. That is, whenever a chemical reaction is going on, some of the factors, some criteria, things are there which determine the rate of the chemical reaction. നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിൻ്റെ ഗതിയെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിനെ തന്നെ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി നമ്മളിവിടെ പറയുന്നത് നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്, റിയാക്റ്റൻസിൻ്റെ സ്വഭാവം അല്ലേ, പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന റിയാക്റ്റൻസിൻ്റെ സ്വഭാവവും റേറ്റ് ഓഫ് റിയാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇത് നിങ്ങൾക്ക് തെളിയിക്കാനായി തന്നിട്ടുള്ളത്. സിങ്കും മെഗ്നീഷ്യവും രണ്ട് മെറ്റൽസ് ആണ് അല്ലേ. നമുക്കറിയാം മെറ്റൽസ് അത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അത് നമുക്കൊരു സ്പിൻഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തുന്ന ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി വെച്ചിട്ടോ നമ്മൾ അതിൻ്റെ മുകളിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു പോപ്പ് സൗണ്ടോട് കൂടി അത് കത്തുന്നത് കാണാം. അങ്ങനെ ഒരു പോപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തതാണെന്ന്. അപ്പം സിങ്ക് അല്ലെങ്കിൽ മെഗ്നീഷ്യം ഉപയോഗിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇവിടെ എടുക്കുന്നത്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും മെഗ്നീഷ്യവും, അതാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി ഇസൻറ്റ് ഇറ്റ് നെസസറി ടു ടേക്ക് സിങ്ക് ആൻഡ് മെഗ്നീഷ്യം ഇൻ ഓൾമോസ്റ്റ് ദ സെയിം സൈസ്? നമുക്ക് സിങ്കും മെഗ്നീഷ്യവും ഒരുപോലെയാണ് എടുക്കേണ്ടത്. നമുക്ക് കാരണം അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരേ ക്വാണ്ടിറ്റി സിങ്കും മെഗ്നീഷ്യവും എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരേ അളവിലെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ സിങ്ക് ആഡ് ചെയ്യുന്നു. വെൻ സിങ്ക് ഇസ് ആഡഡ് അല്ലേ, നമ്മൾ ആ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിലേക്ക് നമ്മൾ സിങ്ക് ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ സിങ്കിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ അതേ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് നമ്മൾ മെഗ്നീഷ്യം ആഡ് ചെയ്യുകയാണ്. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് വാസ് ദ റിയാക്ഷൻ ഫാസ്റ്റർ? ഏത് ടെസ്റ്റ് ട്യൂബിലെ റിയാക്ഷനാണ് വളരെ വേഗതയിൽ നടക്കുന്നത്? ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് യൂസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്? നമ്മൾ അറിയാം നമ്മൾ തുല്യ അളവിലാണ് ആസിഡ് എടുത്തിരിക്കുന്നത്. രണ്ട് ടെസ്റ്റ് ട്യൂബിലും തുല്യ അളവിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് ഗാഢത കുറഞ്ഞ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത മെഗ്നീഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും അളവും തുല്യമാണ്. പക്ഷേ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതൽ വേഗത്തിൽ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. റിയാക്ടിവിറ്റി സീരീസ്, അതായത് മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റിയിലുള്ള ആ വേഗത അനുസരിച്ച് വിച്ച് ഇസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് വൺ, ദാറ്റ് വിൽ ബി അറ്റ് ദ അപ്പർ പാർട്ട് ഓഫ് ദിസ് റിയാക്റ്റീവ് സീരീസ്. ഒരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. നമ്മൾ അത് ഈ ചാപ്റ്ററിൽ വരുന്നില്ല എന്നാലും കൂടി പറയാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അതായത് സോഡിയം, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ, 1 minute, it's not working. Potassium, K for potassium, then sodium, okay, then calcium, magnesium, okay, 1 minute, magnesium, then comes aluminium, okay, then next one is zinc, then iron, then lead. Pb stands for lead. Then after that comes copper, silver, gold. So this is the reactivity series which include almost all the important metals. ഏതാണ്ട് ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ കംസ് ദ പൊട്ടാസ്യം. പൊട്ടാസ്യം വളരെ റിയാക്റ്റീവ് ആണ് അല്ലേ. നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം സോഡിയം ഒക്കെ വെള്ളത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വിഗറസ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പം ഈ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, ലെഡ്, ദെൻ കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് റിയാക്ടിവിറ്റി സീരീസ് ഉള്ളത്. ഏറ്റവും റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽസ് മുകളിലായും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മളതിനെ താഴെയുമായിട്ടാണ് ക്രമീകരിക്കുന്നത്. ഇതിന് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഞാനതിൻ്റെ മലയാളം മറന്നുപോയി, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയും.
അപ്പം അതനുസരിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്കിവിടെ സിങ്കും മെഗ്നീഷ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഗ്നീഷ്യത്തിൻ്റെ സ്ഥാനം ഇതാണ് അല്ലേ, അതിനേക്കാൾ താഴെയായിട്ടാണ് സിങ്ക് വരുന്നത്. അപ്പം കൂടുതൽ റിയാക്റ്റീവായിട്ട് ആരായിരിക്കും പ്രവർത്തിക്കുക, കൂടുതൽ വിഗറസ് ആയിട്ട് ആരായിരിക്കും പ്രവർത്തിക്കുക? ഓഫ് കോഴ്സ് മെഗ്നീഷ്യമാണ് കൂടുതൽ വിഗറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാണ്, അല്ലെങ്കിൽ കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കാണുള്ളത്? മെഗ്നീഷ്യത്തിനാണ്. അപ്പോൾ അത് വേഗത്തിൽ തന്നെ പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രവർത്തനം നോക്കിയാലറിയാം, പെട്ടെന്ന് പ്രവർത്തനം നടക്കുന്നത് മെഗ്നീഷ്യം ഇട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ദ നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ഇസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അതിൻ്റെ സ്വഭാവം എന്നത്. റിയാക്റ്റൻസിൻ്റെ പ്രവർത്തനത്തിലേർപ്പെടുന്ന റിയാക്റ്റൻസിൻ്റെ സ്വഭാവം, അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, അത് വളരെ റിയാക്റ്റീവായ ഒരു മെറ്റലാണെങ്കിൽ വളരെ വേഗം പ്രവർത്തനം നടക്കും, കെമിക്കൽ റിയാക്ഷൻ നടക്കും, രാസപ്രവർത്തനം നടക്കും. അല്ല, അതിൻ്റെ റിയാക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അത് വളരെ സാവധാനത്തിൽ സ്ലോ ആയിട്ടേ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പം ഒന്നാമത്തെ ഫാക്ടർ അതാണ്, നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്നുള്ളത്. കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ, ഗാഢത, എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. So here also we are doing another experiment using hydrochloric acid of different concentrations. So in this experiment നമ്മൾ മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡ്, വേറെ വേറെ കോൺസെൻട്രേഷനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് എടുക്കുന്നത്. അപ്പം വേറെ വേറെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്നുകിൽ അതിനെ നേർപ്പിച്ചിട്ട് അല്ലേ, വെള്ളത്തിലേക്ക് ആസിഡ് ചേർക്കുക. ഒരിക്കലും നമ്മൾ ആസിഡിലേക്ക് വെള്ളം ചേർക്കാറില്ല, അത് നമുക്ക് അപകടം ക്ഷണിച്ചു വരുത്തും. കാരണം ഒരുപാട് എനർജി അതിൽ നിന്ന് ഇവോൾവ് വരുന്നതായിരിക്കും. നമ്മൾ വെള്ളത്തിലേക്ക് തുള്ളി തുള്ളിയായിട്ട് നമ്മൾ ആസിഡ് ഒഴിച്ചിട്ടാണ് അതിനെ നേർപ്പിക്കുന്നത്. അപ്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ വേറെ വേറെ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ മെഗ്നീഷ്യത്തിനെ ഇട്ടിട്ടാണ് പ്രവർത്തനം നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോ വി ക്യാൻ ഒബ്സർവ് വാട്ട് വിൽ ബി ഹാപ്പനിങ് ഡ്യൂറിങ് ദാറ്റ് റിയാക്ഷൻ. സോ വാട്ട് ആർ മെറ്റീരിയൽസ് റിക്വയർഡ്? ഈ പ്രവർത്തനത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മെഗ്നീഷ്യം. Is it necessary to have magnesium ribbons of equal mass? ഈക്വൽ മാസ് എടുക്കണം, അത്യാവശ്യമാണ് അല്ലേ. നമ്മൾ മെഗ്നീഷ്യം നമ്മൾ ഈക്വൽ ആയിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് HCl? അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതിൻ്റെ വോളിയം എത്ര എടുക്കണം? അതും ഈക്വൽ ആയിട്ട് എടുക്കണം. നമ്മൾ 10 ml HCl ആണ് എടുക്കുന്നതെങ്കിൽ, ഡൈല്യൂട്ട് HCl ആണെങ്കിൽ 10 ml കോൺസെൻട്രേറ്റഡ് HClഉം എടുത്തിരിക്കണം. രണ്ടും ഒരേ അളവിൽ അതിൻ്റെ വോളിയം തുല്യമായ രീതിയിലായിരിക്കണം എടുത്തിരിക്കേണ്ടത്. Now let's do the experiment and observe the result. So here we are going to put this magnesium ribbons. അതായത് മെഗ്നീഷ്യം ഒരു ചെറിയ ഒരു ചെറിയ ഷീറ്റ് പോലെ, റിബണിൻ്റെ തിന്നായിട്ടുള്ള ഷീറ്റ് പോലെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെഗ്നീഷ്യം റിബൺ എന്ന് പറയുന്നത്. ചെറിയൊരു ടേപ്പ് പോലെ ഉണ്ടായിരിക്കും മെഗ്നീഷ്യത്തിൻ്റെ. അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കഷ്ണം അത് ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അത് പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബിലിടുന്നത്. അപ്പോൾ ഈ മെഗ്നീഷ്യം റിബൺ എടുത്തിട്ട് ഈക്വൽ മാസ് ഇൻ ബോത്ത് ദ ടെസ്റ്റ് ട്യൂബ്, രണ്ട് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഈക്വൽ മാസ്, അത് തുല്യ അളവിൽ മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇടാൻ. ആഡ് കോൺസെൻട്രേറ്റഡ് HCl ടു വൺ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഡൈല്യൂട്ട് ടു അനദർ ടെസ്റ്റ് ട്യൂബ്. സോ ഈക്വൽ വോളിയം, തുല്യ അളവിൽ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കോൺസെൻട്രേറ്റഡ് ആസിഡും ഒഴിക്കുന്നു, മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ നേർപ്പിച്ച, അതായത് ഡൈല്യൂട്ട് HClഉം ഒഴിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, തുല്യ അളവിലാണ്. നോക്കൂ, രണ്ട് ടെസ്റ്റ് ട്യൂബിലും, ടെസ്റ്റ് ട്യൂബ് 1 and 2 are here and they are having the same volume of HCl, but the difference is that one test tube contains dilute HCl and the other one contains കോൺസെൻട്രേറ്റഡ് HCl. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ടാണ് എടുത്തിരിക്കുന്നത്, മറ്റേതിൽ കോൺസെൻട്രേറ്റഡ് HCl ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തുല്യ അളവിലാണ്, വോളിയം ഈക്വലാണ്, എടുത്തിരിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെ അളവും ഈക്വലാണ്. നിങ്ങൾക്ക് കാണാം മെഗ്നീഷ്യത്തിൻ്റെ ആ സ്ട്രിപ്പ് ഇട്ടിരിക്കുന്നത് അല്ലേ, അതാണ് റിബൺ എന്ന് പറയുന്നത്. നോട്ട് ഡൗൺ യുവർ ഒബ്സർവേഷൻ. അപ്പം ഏതൊരു പ്രവർത്തനം നടക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ബബിൾസ് വരുന്നുണ്ട്, എയർ ബബിൾസ് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇതും ഒരു റിയാക്ഷനാണ്. മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് പ്രൊഡ്യൂസിങ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ആ ബബിൾസ് കാണുന്നത് ഹൈഡ്രജൻ ഗ്യാസിൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ അറിയാം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലായിട്ട് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ് 1 അല്ലേ. ടെസ്റ്റ് ട്യൂബ് 1ലാണ് കൂടുതലായിട്ട് നമുക്ക് ബബിൾസ് കാണാൻ സാധിക്കുന്നത്. അതായത് കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ, ഗാഢത കൂടിയപ്പോൾ പ്രവർത്തനവും വേഗത്തിലായി.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് റിയാക്റ്റൻറ്റിൻ്റെ ഗാഠത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ഗാഠത കൂട്ടുകയാണെങ്കിൽ, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും കൂടി വരും. അഥവാ നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും കുറഞ്ഞിരിക്കും. അതായത് ഞാൻ പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, നേരനുപാതത്തിലാണ് അല്ലേ. ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ദാറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് ഫാക്ടർ ഓഫ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഗതി അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ നിരക്ക് എന്ന് പറയുന്നത് അല്ലേ, നിരക്ക് എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ആ റേറ്റ് എന്നത് നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകമാണ് ഈ റിയാക്റ്റൻസിൻ്റെ ഗാഠത എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, now here something is given, that is collision theory. According to this theory, reactants molecules have to collide against each other for chemical reactions to occur. അപ്പം ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് പ്രവർത്തനത്തിൻ്റെ റേറ്റും കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും കൂടുമെന്ന് പറഞ്ഞു. അപ്പം അതെന്തുകൊണ്ടാണ്, വൈ ഇറ്റ് ഹാപ്പൻസ്, അതിൻ്റെ ഒരു ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കോൺസെൻട്രേഷനും റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സോ ദിസ് ഇസ് നോൺ ആസ് കൊളീഷൻ തിയറി. നമുക്കറിയാം, ഒരു രാസപ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളീഷൻ നടക്കുന്നതായിരിക്കും. ആ കൊളീഷൻ നടക്കുന്നപ്പോൾ ഗാഠത കൂടുക അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ കൊളീഷൻ്റെ ചാൻസ് കൂടുതലാണ്. സാധാരണ 10, ഇപ്പോൾ സപ്പോസ് ഒരു ഇതിൽ 10 മോളിക്യൂൾസ് ആണുള്ളതെന്ന് നോക്കുക. അപ്പോൾ 10 മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷനേക്കാൾ കൂടുതലായിരിക്കും അതിൽ 100 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന കൊളീഷൻ അല്ലേ. ഒരേ സമയത്ത് നടക്കുന്ന കൊളീഷൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം എത്രത്തോളം അധികം നമ്മൾ റിയാക്റ്റൻ്റ് എടുക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ കൊളീഷൻ നടന്ന് രാസപ്രവർത്തനം നടക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾ കൊളീഷൻസ് ബിറ്റ്വീൻ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് നീഡ് നോട്ട് റിസൾട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഓൺലി വെൻ ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഹാവ് എനർജി ഗ്രേറ്റർ ദാൻ എ സർട്ടൻ മിനിമം എനർജി they undergo effective collision which result in product formation. An increase in the number of molecules and an increase in their energy will result in increase in the number of effective collisions within a specified time. അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ കൊളീഷൻസ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് അണ്ടർഗോ കൊളീഷൻ വിൽ ഇൻക്രീസ്. നമ്മൾ ഗാഠത കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മോളിക്യൂൾസ് കൊളീഷനിൽ ഏർപ്പെടുന്നതാണ്. പിന്നെ വേറൊരു ഫാക്ടറും കൂടിയുണ്ട്. ഇങ്ങനെ നടക്കുന്ന എല്ലാ കൊലീഷനും അതൊരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാൻ ഇടവരുത്തണമെന്നില്ല. കാരണം എനർജി ലെവൽ കൂടി നോക്കണം. അതൊരു ചെറിയ എനർജി ലെവലിൽ നടക്കുന്ന കൊലീഷൻ ആണെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടത്തപ്പെടുന്നില്ല. അപ്പം ആ ഒരു രാസപ്രവർത്തനം നടക്കാൻ ആവശ്യമായ എനർജി ലെവലിലുള്ളതായിരിക്കണം കൊലീഷൻ. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നത് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണോ കുറവാണോ എന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വർദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ റേറ്റ് കൂടുമോ അല്ലെങ്കിൽ സർഫസ് ഏരിയ കുറയുന്നതിനനുസരിച്ച് റേറ്റ് കുറയുമോ എന്നുള്ളതാണ് നമുക്ക് അടുത്തതായി ക്ലിയർ ചെയ്യാനുള്ളത്. So let's see how a sample of dilute HCl reacts with a marble piece and then with marble powder of equal mass. നമുക്കറിയാം, ഒരു മാർബിളിൻ്റെ കഷ്ണവും ഒരു ഡൈല്യൂട്ട് HClഉം തമ്മിലുള്ള പ്രവർത്തനമാണ് ആദ്യം നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഒരു കഷ്ണമാണ് അല്ലേ. പിന്നെ അതിനുശേഷം എന്താണ്, വേറൊരു മാർബിളിന് അതേ വലുപ്പത്തിലുള്ളൊരു മാർബിൾ കഷ്ണത്തെ നമ്മൾ പൊടിച്ച് അതിനെ പൗഡർ ആക്കിയെടുത്തതിന് ശേഷം ആ പൗഡറും ഡൈല്യൂട്ട് HClഉം തമ്മിലുള്ള പ്രവർത്തനം, അങ്ങനെ 2 വിധത്തിൽ നമ്മൾ പ്രവർത്തനം ചെയ്ത് നോക്കിയിട്ട് ഏത് ടെസ്റ്റ് ട്യൂബിലെ പ്രവർത്തനമാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലുള്ള പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുന്നത് എന്ന് കണ്ടെത്തണം. അതായത് അത് ഒരു സോളിഡ് രൂപത്തിലിരിക്കുന്ന അവസ്ഥയിലാണോ അല്ല അത് പൊടിച്ച് പൗഡറാക്കിയ അവസ്ഥയിലാണോ അതിൻ്റെ പ്രവർത്തനം എളുപ്പത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, വേറൊരു ബീക്കറിൽ ഡൈല്യൂട്ട് HCl തുല്യ അളവിൽ 2 ബീക്കറിലും എടുത്തിട്ടുണ്ട്. ആദ്യത്തേതിലൊരു മാർബിൾ പീസ് ഇട്ടിരിക്കുന്നു. ആ തുല്യ അളവിലുള്ള മാർബിൾ പീസിനെ പൊടിച്ചിട്ടാണ് രണ്ടാമത്തേതിലുള്ള പൗഡേർഡ് മാർബിൾ പീസ്. സോ കാൽഷ്യം കാർബണേറ്റ്, ഞാൻ പറഞ്ഞു മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിക്കുമ്പോൾ കാൽഷ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ നോക്കുന്നത് ഈ 2 പ്രവർത്തനങ്ങളിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ്? ഉണ്ട് അല്ലേ, തീർച്ചയായിട്ടും നമുക്കറിയാം റേറ്റ് ഓഫ് റിയാക്ഷൻസ് വ്യത്യാസമാണ്. ഈ പൗഡർ ആക്കിയ ആ ഒരു ഇതിലാണ് നമുക്ക് കൂടുതലായിട്ടത് കാണാൻ പറ്റുന്നത്, എവല്യൂഷൻ ഓഫ് ഗ്യാസ് ഒക്കെ.
വാട്ട് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇൻ ബോത്ത് ദ റിയാക്ഷൻസ്? രണ്ടിലും നമ്മൾ എന്താണ് തുല്യ അളവിലാണ് ആസിഡ് എടുത്തിട്ടുള്ളത്. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ മാർബിൾ? അവിടെയും നമ്മൾ ഡിഫറൻസ് ഒന്നും ചെയ്തിട്ടില്ല. തുല്യ അളവിലുള്ള മാർബിൾ കഷ്ണങ്ങളാണ് എടുത്തത്. ഒന്നിനെ അതേ രീതിയിലിട്ടു, ഒന്നിനെ പൊടിച്ചിട്ടു എന്നൊരു വ്യത്യാസം മാത്രം. വാട്ട് അബൌട്ട് ദ സർഫസ് ഏരിയ ഓഫ് മാർബിൾ? നമുക്കറിയാം എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരു ചെറിയൊരു കപ്പിൽ, ചെറിയൊരു മെഷർമെൻറ്റ് കപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു പഞ്ചസാര എടുത്തിട്ട് നിങ്ങൾ ആ പഞ്ചസാര എത്രയുണ്ടെന്ന് നോക്കുക. ഒരു ഏകദേശം നിങ്ങൾക്ക് കണക്ക് കിട്ടും. നിങ്ങൾ അതേ പഞ്ചസാര നിങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും വളരെയധികം ഉള്ളതായിട്ട് തോന്നും. അപ്പം അതാണ് പറഞ്ഞത്, ഏതൊരു വസ്തുവും പൊടിച്ചു കഴിഞ്ഞാൽ, അതിനെ പൗഡറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ സർഫസ് ഏരിയ ഓഫ് ദ മാർബിൾ? മാർബിൾ കഷ്ണത്തിൻ്റെ സർഫസ് ഏരിയ പൗഡറിൻ്റെ സർഫസ് ഏരിയയേക്കാൾ കുറവാണ്. ഇൻ വിച്ച് കേസ് ഇസ് ദ ചാൻസ് ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആസിഡ് മോളിക്യൂൾസ് ടു ഗെറ്റ് ഇൻ കോൺടാക്ട് വിത്ത് മാർബിൾ ഇൻ എ ഗിവൻ ടൈം? അപ്പം ഏതൊരവസ്ഥയിലാണ് കൂടുതൽ ആസിഡും മാർബിളുമായിട്ട് പ്രവർത്തിക്കുന്നത്? ഒബ്വിയസ്ലി ഇൻ ദ സെക്കൻഡ് കേസ് വേർ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ടു പൗഡർ, അല്ലേ? എവിടെയാണോ കാൽഷ്യം കാർബണേറ്റിൻ്റെ പൗഡർ ഇട്ടിരിക്കുന്നത് അവിടെ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? കൂടുതൽ മോളിക്യൂൾസുമായിട്ട് കൊളീഷനിൽ ഏർപ്പെടാൻ കഴിയും HClന്. മറ്റുള്ള ഒരവസ്ഥയിൽ എന്താണ്? വളരെ സർഫസിലുള്ള ആ മോളിക്യൂൾസുകൾ മാത്രമായിട്ടായിരുന്നു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് ആസിഡിന്. ഇവിടെ നേരെ മറിച്ച് പൗഡറാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് മോളിക്യൂൾസുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടാൻ കഴിഞ്ഞു. വാട്ട് ഇസ് ദ change in the rate of collision when surface area increases? That is very, very important. Rate of change of chemical reaction increases when surface area increases. Rate of a chemical reaction will be increasing when we increase the surface area of the reactants. Okay, നമ്മൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യപ്പെടുന്നതാണ്. In the case of reactions involving solids, the surface area is a factor which influences the rate of reaction. അപ്പോൾ നമുക്കറിയാം സോളിഡിൻ്റെ കേസിലാണ് ഇത് വരുന്നത് അല്ലേ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതിനെ പൊടിക്കാനൊക്കെ പറ്റുന്നത് സോളിഡ്സിൻ്റെ കേസിലാണ്. When solids are made into small pieces of powder, their surface area increases. As a result, the number of molecules undergoing effective collision also increases. തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ പൗഡറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുന്നതായിരിക്കും. അപ്പോൾ കൊളൈഡ് ചെയ്യാവുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണവും കൂടും. പൗഡറാക്കി കഴിഞ്ഞാൽ HClഉം കാൽഷ്യം കാർബണേറ്റ് പൗഡറിന് ഒരുപാട് കാൽഷ്യം കാർബണേറ്റ് മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ വർദ്ധിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും ഇൻക്രീസ് ആവും എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,